ഹലോ ഗായ്സ്, വെൽക്കം മൈ ന്യൂ വീഡിയോ. ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഹോണ്ട ഡിയോൻ്റെ ഈ ഒരു മോഡൽ വണ്ടിയിൽ നമ്മൾ തൃശ്ശൂർ ടു കോട്ടയം പോകാൻ കേട്ടോ. കാറിലും ബസ്സിലും ട്രെയിനിലൊക്കെ നമ്മൾ കോട്ടയം ടു തൃശ്ശൂരും തൃശ്ശൂർ ടു കോട്ടയവും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് ടൈമിലാണ് നമ്മൾ സ്കൂട്ടറിൽ ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇത് മഞ്ജു ചേച്ചിയുടെ വീടാണ്, ഇതടുത്തുള്ള അമ്പലം. ടൈം ഏകദേശം 12 മണിയായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 11:45 കൂടിയാണ് ഇറങ്ങിയത്. നമ്മൾ തൃശ്ശൂർ ടച്ച് ചെയ്യാണ്ട് പുല്ല് വഴി പുതുക്കാട് കൂടിയാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോൾ ചെന്നെത്തുന്നത് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ്. നമുക്ക് അവിടുന്ന് ATM ഒന്ന് കയറണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുള്ള മുന്തിരി ജ്യൂസാണ്. ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാമല്ലോ. അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. റെയിൽവേ ക്രോസിൽ കുറച്ച് നേരം സമയം ചിറ്റി. എന്താ വെച്ചാൽ ഞങ്ങൾ വരലും റെയിൽവേ ക്രോസ് ആവലും ഒരുമിച്ചായി. ഇനിയിപ്പോൾ ട്രെയിൻ പോകണവരെ വെയിറ്റ് ചെയ്യണം. അവിടുന്ന് വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി കോട്ടയത്ത് നിന്ന് തൃശ്ശൂർക്ക് ഈ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയില്ലല്ലോ. ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും സിറ്റുവേഷൻ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് വ്ളോഗ് എടുക്കാതിരുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തായാലും വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്പോ, ആകെ മൂടിക്കെട്ടി നിൽക്കണ്ടാ. ഏത് നിമിഷവും മഴ പെയ്യും. മഴ പെയ്താൽ പെട്ടു. നമ്മൾ പുതുക്കാടിലേക്ക് കയറി. നമ്മളിപ്പോൾ പമ്പിലേക്ക് കയറാൻ പോവാണ്. ട്രാവലിംഗ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ പോകുന്നത്. 100 റുപ്പീസിനാണ് പെട്രോൾ അടിക്കുന്നത്. ഇത് നോക്കി, ഒരു സൈഡിൽ മുന്തിരി ജ്യൂസും മറ്റേ സൈഡിൽ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല മഴ വരുന്നത് നോക്കി പിന്നിലേക്ക്. യാത്ര ഇപ്പോൾ അവസാനിക്കാൻ പക്ഷേ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ല മഴക്കാരാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഗൈസ് നോക്കി, കാർമേഘം നല്ല ഇരുട്ട് കറുത്ത് കരിക്കട്ട പോലെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ. നമുക്കിവിടെ എവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ പാർക്ക് ചെയ്യാൻ ഓക്കെ ഗൈസ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ നല്ല ഒന്നാന്തരം മഴ വരുന്നുണ്ട്. ഏത് നിമിഷവും നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ആകാശമൊക്കെ ആകെ മൂടി കെട്ടിട്ട് നിൽക്കുന്നത്. കാർമേഘം വന്നിട്ട് മൂടി കെട്ടിട്ട് നിൽക്കുന്നു. ചെറിയ തുള്ളികൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റും ഉണ്ട്. എന്താകുമോ എന്തോ. നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളം കെടുക്കുന്നുണ്ടോ, കണ്ടോ, വെള്ളം കെടുക്കുന്നുണ്ടോ. കാർമേഘം ബാക്കിലോട്ട് പോയി തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ ടൈം 1:15 മഴ ആ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് പോന്നപ്പോൾ കാറില്ലാണ്ടായി. ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ് കുറച്ച് നേരം. ഒറ്റയിരിപ്പിന് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഗൈസ്. നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പം തന്നെ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നു. ഇപ്പം നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ക്യാമറ ഓൺ ആക്കിയത്. ഇപ്പം ആലുവ എത്തിട്ടോ.
ഇവിടെയാണ് കൊച്ചിൻ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര നോസ്റ്റിയാണ്. മുമ്പ് ഇവിടെ വർക്ക് ചെയ്തപ്പോൾ സ്ഥിരം പോയിരുന്ന വഴികളാണ് ഇതൊക്കെ. ഇവിടെ മുമ്പ് ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്, ചേട്ടനും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കളമശ്ശേരി മഞ്ഞുമ്മലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ചേട്ടൻ കാക്കനാടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്ഥലങ്ങളും കാണിക്കുന്നത്. ദുബായിലായിരുന്ന സമയത്തും ഇങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്തിരുന്നു. പക്ഷെ അത് കാറിലായിരുന്നു എന്ന് മാത്രം. അവിടെ നമുക്ക് കാറുണ്ട്. ഇവിടെ നമ്മൾ സ്ഥിരമില്ലാത്തത് കൊണ്ട് ഇവിടെ കാറ് വാങ്ങിയില്ല ഇതുവരെ. നമ്മളിപ്പോൾ ഒരു 6-7 മാസമായിട്ട് അടുപ്പിച്ച് അവിടെയായിരുന്നു. പിന്നെ ഇത് നമ്മളിവിടെ സ്ഥിരമാവുകയാണെങ്കിൽ എന്തായാലും ഒരു കാർ അത്യാവശ്യമാണ്. എന്താ വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാവലിംഗ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഇപ്പോൾ സ്ഥിരമാവാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ടൗൺ ഹാൾ കേട്ടോ. ശീമാട്ടി കണ്ടോ, അതിൻ്റെ തൊട്ട് മുമ്പിൽ കൂടിയാണ് മെട്രോ പോകുന്നത്.
പിന്നെ മറൈൻ ഡ്രൈവ് എത്തിയിട്ടോ. ഇവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ പോസ്റ്റിൽ തന്നെയാണ് ഇൻ്റർവ്യൂവിന് വന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടേക്കാണ്. മറൈൻ ഡ്രൈവിലിരുന്ന് കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. അമ്മ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് കേട്ടോ അത്. അത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു കൊച്ചു പെൺകുട്ടി, ഹിന്ദിക്കാരിയാണ്, വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഷെയർ ചെയ്തു. അതൊന്നും പിടിക്കാൻ പറ്റിയില്ല, എന്താ വെച്ചാൽ ഫോൺ ചാർജ് കഴിഞ്ഞു. അപ്പം നമ്മൾ സെക്കൻഡ് ടൈം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ 100 അടിക്കുന്നത്. നമ്മൾ വന്ന വഴി ഇതാണ്, ഇനി നമ്മൾ പോകുന്ന വഴി ഇതാണ്. ഇവിടെ നേരെ പോയാൽ കടവന്ത്ര വൈറ്റില റൂട്ടാണ്. നേരെ പോയിട്ട് റൈറ്റ് വളഞ്ഞാലാണ് കോട്ടയം റൂട്ട് വരുന്നത്. ആ വഴിയാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ ദാ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. ഇത്ര നേരം നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു. അപ്പോൾ നമ്മളത് പവർ ബാങ്ക് ചാർജ് ആക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ചാർജ് ആയത്. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ചാർജ് ആയേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും യാത്ര തുടങ്ങുക. ഇപ്പം നമ്മൾ എറണാകുളം ഏറ്റുമാനൂർ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ. ഇത് ചെമ്പാണ്. ചെമ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരാണ്. മമ്മൂക്കയുടെ നാടാണ് കേട്ടോ ഇത്. ഇനി വൈക്കം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇത് ഉദയപുരം വൈക്കം റോഡാണ് കേട്ടോ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. യെസ്, വൈക്കം എത്തി ഗൈസ്. ഇതാണ് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള കവാടം. പിന്നെ ഇതാ ഇവിടെ ഒരു ആലിൻ്റെ തറയുണ്ട്. ഇതൊക്കെ നമ്മുടെ വൈക്കം ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് വൈക്കം ക്ഷേത്രത്തിന്റെ ഓരോ നടകളിലേക്കാണ് കേട്ടോ. വടക്കുന്നാഥ ക്ഷേത്രത്തിലേതുപോലെ തന്നെ ഇവിടെയും 4 നടകളാണ് ഉള്ളത്. ഇതാണ് ഒരു നട. ഇതൊക്കെ ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ട്. നമ്മളിവിടെ അമ്പലത്തിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോറിക്ഷ വേണമെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ഇത് 2ാമത്തെ നടയാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത നടയിലേക്കാണ്. കണ്ടോ, ഇതാണ് 3ാമത്തെ നട. ഇനി നമ്മൾ പോകുന്നത് മെയിൻ എൻട്രൻസിലേക്കാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. നമുക്ക് അവിടേക്ക് പോയി കുറച്ചു നേരം നിൽക്കാം. അവിടെ ആൾക്കാർ കണ്ടോ, തൊഴുന്നത് കണ്ടോ, ആൾക്കാർ തൊഴുന്നൊക്കെ ഉണ്ട്. ഏകദേശം സന്ധ്യ ആവാറായിട്ടുണ്ട്. നടയൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നും കുറച്ച് പോന്നു കേട്ടോ. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു. കോട്ടയത്തിൻ്റെ കുറച്ച് ഭാഗത്ത് നമ്മുടെ ആലപ്പുഴ കിടക്കുന്നുണ്ട്, ഒരു സീ പോലെ. അപ്പോൾ ആലപ്പുഴ ടച്ച് ചെയ്തിട്ട് വേണം ഇനി വീണ്ടും കോട്ടയത്തിലേക്ക് കടക്കാൻ.
നമുക്ക് വേണമെങ്കിൽ ഇടുക്കി റൂട്ടിലൂടെയും പോവാം, പക്ഷെ നമ്മൾ അങ്ങനെ പോകാറില്ല. കൂടുതലായിട്ടും ഈ ഒരു റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നതും വരുന്നതൊക്കെ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലൂടെയാണ് കേട്ടോ. ആലപ്പുഴ ചേർത്തല റൂട്ടിലൂടെ കുമരകം ടച്ച് ചെയ്തിട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേമ്പനാട് കായലൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ഇനി നമ്മൾ കോട്ടയത്തേക്ക് എത്തുക. അവിടെ പാവം വണ്ടി കണ്ടോ, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. വലിയ പ്രശ്നമൊന്നുമില്ല ആൾക്ക്. നമ്മുടെ ബാഗൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഒരു ജിഞ്ചർ ലൈം കഴിച്ചിട്ടാവാം മുന്നോട്ടുള്ള യാത്ര. ഉല്ലാല 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 എന്താ വെച്ചാലേ ഭയങ്കര കോമഡിയാ. ഇപ്പം നമ്മൾ പോകുന്ന ഈ സ്ഥലമല്ലേ, ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉല്ലാല. ഒരു വെറൈറ്റി പേരായിട്ടില്ലേ ഉല്ലാല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം പോന്നപ്പോൾ നമ്മൾ 3rd ടൈം പെട്രോൾ അടിക്കാനായിട്ട് കയറിട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ 100 തന്നെയാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ മൊത്തം 300ആയി. അപ്പോൾ ഏകദേശം 400 കണക്കാക്കിക്കോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 100 രൂപയുടെ പെട്രോൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 3 തവണ വീണ്ടും അടിച്ചു. അപ്പോൾ മൊത്തം 400 രൂപ എന്ന് കണക്കാക്കിക്കോ. തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തേക്കും തൃശ്ശൂരിലേക്കും നമ്മൾ സ്കൂട്ടറിൽ പോകാൻ വേണ്ടിയിട്ട് 400 രൂപയാണ് ചിലവായത് കേട്ടോ. ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എത്ര അടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചലഞ്ച് പോലെ ചെയ്യണതാണ്. അതുകൊണ്ടാണ് 100 അടിക്കുന്നത് കേട്ടോ. നേരെ റിട്ടയറായി കണ്ടോ. ആലപ്പുഴ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഒരുപാട് കൂടുവഞ്ചികൾ കാണാം. ഞാൻ മുമ്പ് ആലപ്പുഴയിലേക്ക് വന്നിട്ടുള്ളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണാം ഇങ്ങനെ കൂടുവഞ്ചികളൊക്കെ ഒരുപാട്. കുമരകം കണ്ണാടിച്ചാൽ എന്ന റൂട്ടിലൂടെയാണ് കേട്ടോ ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ആലപ്പുഴ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറേ നേരമായിട്ട് നമ്മൾ ആലപ്പുഴയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും നിർത്തി കുറച്ച് നേരം ഇറങ്ങി നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഒറ്റ ഇരിപ്പിന് നമ്മൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് നടുവും കാലൊക്കെ കഴിച്ചുടങ്ങും. അപ്പോൾ നമുക്ക് പെയിനൊക്കെ പോലെ തോന്നും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായി. വലിയ ക്ഷീണമൊന്നുമില്ല, പക്ഷേ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. പക്ഷെ വലിയ ക്ഷീണമൊന്നുമില്ല. പക്ഷെ ഒരേ ഇരിപ്പിരുന്ന് പോകുമ്പോഴേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് വീണ്ടും കടന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഇല്ലിക്കൽ കോട്ടയം റൂട്ടിലൂടെയാണ് പോകുന്നത്. ചിങ്ങവന ആവാറായിട്ടോ. ഇപ്പം ഏകദേശം 6:56 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 11:45 നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ 6:56 7 മണി ആവാറായിട്ടുണ്ട്. ഒറ്റയിരിപ്പിനല്ല നമ്മൾ വന്നത്, ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഒക്കെയാണ് വന്നത്. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. നല്ല എൻജോയ്മെൻ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 6:56 ആണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റ് 7 മണിക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തും. ചിങ്ങവനം ടൗണാണ് ഇത് കാണുന്നത്. ഇവിടെ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വീട്ടിലേക്ക് പോകും. ഇവിടുന്ന് ലെഫ്റ്റ് വാഗത്താനാണ്, പിന്നെ പുതുപ്പള്ളി, സ്ട്രെയിറ്റ് പോയാൽ തിരുവനന്തപുരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ചിങ്ങവനം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഫോണിലത്തെ ചാർജും കഴിഞ്ഞു, വീഡിയോയുടെ ലെങ്ത്തും കൂടി. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് സൈൻ ഔട്ട് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ മൈ നെക്സ്റ്റ് വീഡിയോ.